ഇപ്പോൾ നിൽക്കുന്നത് ഭീമ ജ്വല്ലറിയുടെ കോട്ടയം ഷോറൂമിലാണ്. ഇവിടുത്തെ വൈവിധ്യമാർന്ന ആഭരണ കളക്ഷൻസിലേക്ക് നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സാധാരണ ഒരു കല്യാണത്തിന് 25 പവന്റെ സ്വർണം ഒരു പെൺകുട്ടിക്ക് ഇടാൻ പറ്റുന്ന എല്ലാ സംഭവങ്ങളും കിട്ടും. വളയമാല, കിട്ടും. നമുക്ക് സെറ്റുകളുള്ള ആഭരണങ്ങളുണ്ട്. 100 പവൻ 200 പവൻ ഓരോരുത്തർ കപ്പാസിറ്റി അനുസരിച്ചുണ്ട്. നമുക്ക് എത്ര പവൻ വേണോ അതനുസരിച്ച് നമുക്ക് കസ്റ്റമർക്കാണ് വരുന്നത്. ഇത്തരത്തിലുള്ള ഡിസൈൻസ് അസംബിൾ ചെയ്യാൻ അതിനനുസരിച്ച് അവരുടെ ഒരു സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള നമ്മുടെ സെയിൽസ് സ്റ്റാഫുകൾ ഭീമയുടെ അവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് 25 പവനിലെ എല്ലാം കിട്ടും. എല്ലാത്തിലും എല്ലാം കിട്ടും. 25 പവനിലും മാലയും വളയും നെക്ലസും കമ്മലും ഒക്കെ കിട്ടും. 500 പവനിലും കിട്ടും മാലയും വളയൊക്കെ. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി വേരിയേഷൻ ഉണ്ടാവും. അതനുസരിച്ച് അതിന് നമുക്ക് ബഡ്ജറ്റ് അനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാം. എല്ലാ ആഭരണങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമുക്ക്. ഇതിപ്പോ 25 പവൻ കൂടാണ്ട് ഇനിയിപ്പോ 15 പവനിലെ സെറ്റും ഉണ്ട് വരുന്നത് നമുക്ക്. 15 പവനിൽ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഈ നമ്പർ ഓഫ് പീസസ് കുറയും, വെയിറ്റ് വ്യത്യാസം വരുന്നത് 15 പവൻ വരുന്നത്. ഇതിന്റെ പേര് പറഞ്ഞിട്ടൊരു വർക്കാണ് വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ്. ഇത് എത്ര വെയിറ്റ്? 1.25 പവൻ. ഇതും ചോക്ലേറ്റ് 1.5 പവൻ വരുന്നുള്ളൂ. ചോക്ലേറ്റ് മാലയാണ്. അതിനെ പൊലിമയും ചെയ്തിരിക്കുന്നത്. അത്ര മുമ്പത്തേന്റെ അത്ര വെയിറ്റ് ഇല്ല. ടോട്ടൽ വെയിറ്റ് കുറയുമ്പോൾ അതനുസരിച്ചുള്ള വെയിറ്റ് ഇല്ല, ഒട്ടും വെയിറ്റ് ഇല്ലാത്ത സംഭവം. 1.5 പവനിൽ ഒരു മിഡിൽ ലെങ്ത് നെക്ലസ് കിട്ടാന്ന് പറയുമ്പോൾ ഇത് ഫാൻസി ചെയ്യണം. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. 2.25 പവൻ 2.5 പവൻ റേഞ്ച് വരുന്നുണ്ട്. ലോങ് ചെയിൻ 2.25 പവൻ. പിന്നെ അനുസരിച്ചുള്ള വളകള്, മോതിരം, മാച്ചിങ് കമ്മല്, ഇതൊക്കെ വളകളൊക്കെ 3.5 പവനൊക്കെ മുക്കാപ്പവനിലൊക്കെ നല്ല മാക്സിമം പൊലിമ കിട്ടുന്നത് കണ്ടോ. ഇതൊക്കെ സെറ്റ് അതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചത്. ഈ പാർട്ടിയുടെ ഓരോരുത്തർ അവര് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പൊ അതിനൊരു പ്രത്യേക ഭംഗിയുണ്ട്. നോക്കൂ, റൈറ്റ് ഹാൻഡിലേക്ക് മോഡൽ എങ്ങനെയാണ്? അതായത് ഇപ്പൊ സാരി ആണെങ്കിൽ തന്നെ റൈറ്റ് ലെഫ്റ്റ് ഇങ്ങനെ നമ്മുടെ സാരിയുടെ ഇത് വരുന്ന ഏത് ഭാഗത്താണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഏത് കയ്യിലാണോ കൊടുക്കുന്നത് ആ കയ്യിലേക്ക് കൂടുതലുള്ളത്. ഇതുപോലെ ഇനിയിപ്പോ ഇതിനിടയ്ക്കൊക്കെ വേണമെങ്കിൽ ചെറിയ വളകളൊക്കെ മിക്സ് ചെയ്യുകയും ചെയ്യാം. നമുക്ക് അതനുസരിച്ച് ഇതിപ്പോ 15 പവനല്ലേ? 15 പവനാകൊണ്ടാണ് ഇങ്ങനത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു വളക്കൊക്കെ എത്രയുണ്ട്? 6 ഗ്രാം. ഇതാണെങ്കിൽ വെയിറ്റ് വരുന്നത് 2 പവൻ വരും. 2 പവൻ. അതിന്റെ 6 ഗ്രാമിന് 2 പവൻ സെറ്റ് ആയി. ശരി. പക്ഷെ വെയിറ്റ് ഇല്ലാത്ത പൊലിമ കൂടുതൽ തോന്നി. ചെയ്തിട്ടാ മതി. 15 പവനിലും എല്ലാം കിട്ടും. എല്ലാ സാധനവും 15 പവനിൽ കമ്മല്, മോതിരം, നെക്ലസ്, മിഡിൽ ലെങ്ത്, ലോങ് ചെയിന്, വളകള്, ബ്രോഡ് ബാങ്കിള് അത്രയും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള കമ്മലൊക്കെ വന്നിട്ട് ഒരു ഇതിന്റെ നെക്ലസിന്റെ മാച്ചിങ് ആയിട്ടുള്ള ഇയറിംഗ്സ്. ഒരു 1/2 പവൻ താഴെ ഉള്ളൂ. 3.25 ഗ്രാമേ ഉള്ളൂ ഒരു ജോഡി. ജോഡി വരുന്ന 3.25 ഗ്രാമിൽ നല്ല പൊലിമാണ് കമ്മൽ. കണ്ട 1 പവൻ 1.5 പവൻ തോന്നിക്കും. അത് ആ വർക്കിന്റെ ഒരു മാജിക് ആണത്. വർക്കിന്റെ ഇതാവുമ്പോ ഇതെത്ര പവനാണ്? 35 പവൻ വരുന്നതിന്റെ ഒരു സെറ്റ്. നമ്മള് നേരത്തെ 25ന്റെ ഉണ്ട്, 15ന്റെ ഉണ്ട്. ഇതിപ്പോ 35 പവൻ വരും. അതനുസരിച്ചുള്ള വ്യത്യാസം വരും. ഇപ്പൊ ഒരു ലക്ഷ്മിയുടെ മാലയാണ് അവസാനം വെച്ചിരിക്കുന്നത്. കാശുമാല പോലെയുള്ള പക്ഷേ കുറച്ച് മോഡൽസ് ആണെന്ന് മാത്രം. ഇടയ്ക്ക് ഒരു മിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് എത്ര പവനത്? 5 പവനിലാണ് ഈ ലോങ് മാല വരുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. 5 പവൻ. 5 പവനിലാണെങ്കിൽ കട്ടിയുള്ള പാറ്റേണിലേക്ക് ഒരു നെക്ലസ് മാത്രം 5 പവൻ വരും. അതിലൊരു ലോങ് ചെയിൻ 5 പവനിൽ ക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ അത്രയും ലൈറ്റ് വെയിറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഓരോരുത്തരുടെ ബഡ്ജറ്റിനനുസരിച്ച് അവർക്ക് എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങളാണ്. ഇത് ഷെല്ലിന്റെ ഒരു മോഡലാണ് വരുന്നത്. അതും വെയിറ്റ് കുറവാണ്. 3.5 പവനിൽ വരുന്നൊരു ഡിസൈൻ മാലയാണത്. ഇതിന്റെ നടുവിൽ സ്റ്റോൺസ്, നോർമൽ സ്റ്റോൺസ്. അത് ഈ പറഞ്ഞ പോലെ കല്ലിന്റെ വെയിറ്റ് കുറയ്ക്കുന്നുണ്ട്. ടോട്ടൽ വെയിറ്റിൽ സ്റ്റോൺലെസ് ചെയ്തിട്ടാണ് കാൽക്കുലേഷൻ ഒക്കെ വരുന്നത്. എത്ര വെയിറ്റ് കൂടിയ മാലയാണെങ്കിലും വെയിറ്റ് കുറഞ്ഞാണെങ്കിലും നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പുതിയ മോഡലാണ് അല്ലേ? അത് പാറ്റേൺസ് ഒക്കെ പുതിയ മോഡലാണ്. ഇത് ഈ ഒരു ഡിസൈനർ കളക്ഷനിൽ വരുന്നതാണ്. ഇതുപോലത്തെ ഡിസൈനർ കളക്ഷനിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ. ഇത് ചോക്കർ, ഇത് മുല്ലമുട്ട് അല്ലെ? മുല്ലമുട്ടിന് തന്നെ ലൈറ്റ് വെയിറ്റ്.
വെയിറ്റ് വരുന്നത് ഇത് പക്ഷെ അതിന്റെ ഇടയിൽ കൂടെ പുതിയ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ആ ഡിസൈൻസ് ഉണ്ട് മുന്നേ സൈഡിൽ അതുപോലെ വർക്കാം. ഇത് ഇത് മനോന്മണി എന്നാണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്. ട്രഡീഷണൽ വർക്കാണ്. ഫുൾ ഗോൾഡ് ആണ്, കല്ലൊന്നും യൂസ് ചെയ്യാതെ സാധാരണ നോർമൽ സിമ്പിൾ ആയിട്ട് കല്യാണം അല്ലാത്ത സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള. ഇതൊക്കെ എത്ര പവൻ വരും? ഇതാണെങ്കിൽ വെയിറ്റ് വരുന്നത് 3.25 പവൻ. 3 പവൻ 3.25 പവൻ ആ റേഞ്ചിൽ വരും. ഇത് നെക്ലസ് ഈ ഇലക്കത്താളി അത് ഇലക്കത്താലി വേറെ പോലെ, അത് ഏകദേശം അത് പക്ഷെ താഴത്തേക്ക് ഒരു ഇലക്കത്താലി വേറെ ഉണ്ട്. ശരി. ഇതൊക്കെ ഏകദേശം 2.25 പവൻ. 2.25 പവൻ വരും. 2.25 പവൻ ഇത്രയും വലിപ്പം തോന്നിക്കുന്നതാണ് അതിന്റെ ഒരു ശ്രമകരമായ ജോലി. അത് നമുക്ക് നെക്ലസിന് അതിന് ഡാമേജ് ആവാത്ത രീതിയിൽ ക്രിയേറ്റ് ചെയ്യണത്. പിന്നെ ഇതൊക്കെ ഫംഗ്ഷൻ യൂസ് മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് ഓരോ ഫംഗ്ഷനുകൾ മാത്രമേ യൂസ്. അപ്പൊ അതൊക്കെ അതുപോലെ പൊന്നുപോലെ നോക്കുകയും വേണം. ഇതൊക്കെ സാധാരണ നോർമലി എല്ലാ ടൈമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഒരു ഫംഗ്ഷന് മാത്രമാണ് നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഓരോരോ ഫംഗ്ഷന് ഇൻഡിവിജ്വൽ ആയിട്ടാണ് ഇത് ആഭരണങ്ങൾ ധരിക്കുന്നത്. ഇത് പുതിയ മോഡലാകണം അല്ലെ? ഗോൾഡും സിൽവർ കളറിലും ആയിട്ടുള്ള. ഗോൾഡിൽ തന്നെ അത് സാൻ ഫിനിഷ് അല്ലേ? സാൻ ഫിനിഷ് ഒരു വേർഷൻ സാൻ ഫിനിഷ്, ഒരെണ്ണം ബ്രൈറ്റ് സാൻ ഫിനിഷ്, പിന്നെ റോഡിയം പോളിഷ്. ഇങ്ങനെ ഒരു കോൺട്രാസ്റ്റാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതൊന്ന് സെറ്റ് ചെയ്ത് ഇങ്ങനെ സെലക്ഷനിൽ എങ്ങനെ വരുന്നത്? ഇതിപ്പോ നമ്മള് കസ്റ്റമർ ഐഡിയ അനുസരിച്ച് സെയിൽസ് പേഴ്സൺ ഒരു ഹെൽപ്പ് ചെയ്യും എങ്ങനെ ഡിസൈൻ. ഇപ്പൊ കസ്റ്റമർ പറയുന്നത് നമുക്ക് ഇതിൽ ഇങ്ങനെയല്ല, എനിക്കിത് നടുക്ക് വരണം, അത് നമുക്ക് സെറ്റ് ചെയ്ത് കാണിക്കാം. അപ്പൊ ഏതാണ് ഭംഗിയായിട്ട് കസ്റ്റമേഴ്സിന്റെ ചോയ്സ്, അവരുടെ ഇഷ്ടമാണ്. അപ്പൊ അവർക്ക് നമ്മൾ മാക്സിമം ഹെൽപ്പ് ചെയ്യും. ഏത് രീതിയിൽ വച്ചാൽ ഭംഗി ഉണ്ടാവും, അല്ലെങ്കിൽ കസ്റ്റമർ പറയുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് തോന്നണം അതാണ് കുറച്ചുകൂടി ഭംഗി എന്ന് തോന്നുമ്പോൾ നമുക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ വെയിറ്റും ഇതിലേക്ക് കൊണ്ടുവരണമല്ലോ. അപ്പൊ നമുക്ക് ഈ വെയിറ്റിനുള്ളിൽ ഈ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യണ്ടേ. ഒരു കയ്യിലത് ലക്ഷ്മിയുടെ ഇതിന്റെ മാലയുണ്ടല്ലോ, അപ്പൊ അതിന് വെച്ചിട്ട് ലക്ഷ്മിയുടെ ഒരു വള. ഈ വളയ്ക്ക് മാത്രം വെയിറ്റ് എത്ര? 1.25 പവനോളം. 1.25 ഉള്ളൂ ലക്ഷ്മിയുടെ അല്ലേ? ലക്ഷ്മിയുടെ 1.25 പവൻ വരുന്നുള്ളൂ. സാധാരണ 2 പവൻ 2.5 പവനൊക്കെ വരുന്ന പാറ്റേൺ ആണ് ശരിക്കും ആ വർക്ക്. 1.5 വെച്ച് ഈ നാമലവർക്ക് ഈ വളയും 1.5 പവൻ വെച്ച് പൊലിമേ ചെയ്തിരിക്കുന്നു. ഇതാണ് വെയിറ്റ് വരുന്നത്. ഇത് 1.5 ഉള്ളൂ. ഇതിൽ ഈ 6 ആക്ക് വരുന്നതുകൊണ്ട് നമുക്ക് ഒരു അകൽച്ച ഇടാൻ സാധിക്കും. ആ അത്രയും വിട്ട് കൂടുതൽ തോന്നിക്കും ഇങ്ങനെയുള്ള ഷേപ്പ് ആകുമ്പോൾ. ഭംഗി കുറച്ചും കൂടി ഉണ്ടാവും, നിറഞ്ഞു നിൽക്കുകയും ചെയ്യും. ഇതുപോലെ ഒരു കയ്യിലേക്ക് രംഗീല എന്ന് പറഞ്ഞിട്ട് ഡിസൈൻ എന്ന് പറയുന്നത്. അതിൽ റോഡി ഉള്ളതുകൊണ്ട് ഇല്ലാത്തതുണ്ട് അല്ലെ? റോഡി ഇല്ലാത്ത ടൈപ്പ് ഉണ്ട്, റോഡി ഇല്ലാത്തതുണ്ട്. ഇതിപ്പോ റോഡി ഉള്ളതാണ് സ്റ്റോൺ വെച്ച പോലെ തോന്നും, വെള്ളക്കല്ല് വെച്ച പോലെ തോന്നും, പക്ഷെ കല്ലുണ്ടാവില്ല. ഇതും ഇതേ മോഡലാണ് അല്ലേ? നമ്മൾ ആദ്യം കണ്ട മോഡല്. ഇപ്പൊ ഓരോരുത്തരുടെ സെലക്ഷനിൽ ചോദിച്ചു. ചിലർക്ക് ഇപ്പൊ ഇങ്ങനെ വെള്ള ഇഷ്ടമില്ലാത്തുണ്ടെങ്കിൽ ഇത് തന്നെ റോഡി ഇല്ലാത്ത പാറ്റേൺ ഉണ്ടാവും, റോഡി ഉള്ളതുണ്ടാവും. മനസ്സിലാക്കി ഇത് എത്ര പവൻ? വെയിറ്റ് വരുന്നത് 2 പവനില് നല്ല പൊലിമയാണ് വരുന്നത്. ഇത് ടോട്ടൽ 35 പവന്റെ കല്യാണ സെറ്റാണ് വരുന്നത്. സമയത്തിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ചമയം, കൈരളി TV, NH ബൈപ്പാസ്, വെനല പ്യൂർ, കൊച്ചിൻ 28. അപ്പോൾ പുതുപുത്തൻ കാഴ്ചകളുമായി നമ്മൾ വീണ്ടും കാണുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം. ടിൽ ദെൻ ഇറ്റ്സ് മീഖ സൈനിങ്.